അവന്റെ രഥചക്രം ചെളിയിൽ താഴ്ന്നു. ആയുധം താഴെയിട്ട് രഥത്തിൽ നിന്നിറങ്ങി ചക്രം പുറത്തെടുക്കാൻ തുടങ്ങി. അവനത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. തന്നെ അമ്പയുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന അർജുനനോട് അവൻ പറഞ്ഞു, മാതാവ് കുന്തിപുത്രനായ അർജുന, അല്പനേരം കാത്തിരുന്നാലും എൻ്റെ രഥചക്രം ചെളിയിൽ നിന്നും പുറത്തെടുക്കട്ടെ. ഞാനിപ്പോൾ നിരായുധനാണ്. താങ്കൾ അധർമ്മം പ്രവർത്തിക്കില്ലെന്ന് എനിക്കറിയാം. ഈ അവസ്ഥയിൽ തൻ്റെ ഏറ്റവും വലിയ ശത്രുവായ അംഗരാജൻ കർണനെ വധിക്കാൻ അർജുനൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ തൻ്റെ വില്ലു താഴ്ത്തി. വാസുദേവകൃഷ്ണൻ അർജുനനെ നോക്കി പറഞ്ഞു, പാർത്ഥ, നീ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? തൻ്റെ വിജയധനുഷ് കയ്യിലെടുത്താൽ അർജുനന് ഒരിക്കലും കർണനെ വധിക്കാൻ കഴിയില്ലെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. ആര്യാവർത്തത്തിലെ ഓരോ സാമ്രാജ്യത്തെയും പരാജയപ്പെടുത്താൻ കഴിവുള്ളവനായിരുന്നു അംഗരാജൻ കർണൻ. തൻ്റെ അജയ്യമായ കവചകുണ്ടലങ്ങൾ ഇല്ലാതെ തന്നെ ഓരോ പാണ്ഡവനെയും പരാജയപ്പെടുത്താൻ കഴിയുന്ന വ്യക്തിയായിരുന്നു അവൻ. ഭീഷ്മർക്കും ദ്രോണാചാര്യർക്കും ശേഷം ഏറ്റവും ശക്തനായ യോദ്ധാവ്. കൃഷ്ണൻ തുടർന്നു, പാർത്ഥ, നീ മറന്നോ അംഗരാജൻ നിന്നോട് ചെയ്തത്? ഹസ്തിനപുരിയിലെ എല്ലാ രാജാക്കന്മാരുടെയും മുമ്പിൽ വെച്ച് അദ്ദേഹം ദ്രൗപദിയെ വേശ്യയെന്ന് വിളിച്ചു. അദ്ദേഹം ദുര്യോധനന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിന്നു. നിന്റെ പ്രിയപ്പെട്ട പുത്രൻ അഭിമന്യുവിനെ കൊന്നു. അർജുന, നിന്റെ വില്ലെടുത്താലും ഈ അധർമ്മിയെ ഇപ്പോൾ തന്നെ കൊന്ന് അവന്റെ ജീവിതഭാരങ്ങളിൽ നിന്നും മോചനം നൽകിയാലും, അവൻ ചെയ്യാവുന്ന എല്ലാ പാപങ്ങളും ചെയ്തു അവൻ അതിൽ നിന്നും മോക്ഷം നൽകിയാലും. അർജുനന്റെ കോപം അത്യധികം വർദ്ധിച്ചു. അവൻ തന്റെ വില്ലും അമ്പം നീട്ടി കർണന്റെ കണ്ടത്തിലേക്ക് ലക്ഷ്യമാക്കി. പരശുരാമനിൽ നിന്ന് താൻ പഠിച്ച ആത്മീയ വിദ്യകൾ കർണൻ ഓർമ്മിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ എല്ലാ ശ്രമങ്ങളും പാഴായി. ഈ നിമിഷം കർണൻ തനിക്ക് ലഭിച്ച 2 ശാപങ്ങളെക്കുറിച്ച് ഓർത്തു. ഒന്ന് തൻ്റെ ഗുരു ഭഗവാൻ പരശുരാമനിൽ നിന്നും, മറ്റൊന്ന് ഋഷിമുനിയിൽ നിന്നും. തനിക്ക് ഏറ്റവും ഉപകാരപ്രദമാകുമ്പോൾ തൻ്റെ അറിവുകളെല്ലാം മറക്കുമെന്ന് പരശുരാമൻ അവനെ ശപിച്ചു. മറ്റൊന്ന്, മരണസമയത്ത് തൻ്റെ രഥചക്രം ചെളിയിൽ താഴുകയും അതെത്ര ശ്രമിച്ചാലും പുറത്തിറക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുമെന്ന് ഋഷിമുനിയും ശപിച്ചു. ഇതു തൻ്റെ അവസാന നിമിഷങ്ങളാണെന്ന് കർണൻ മനസ്സിലാക്കി. കർണൻ അർജുനനെ നോക്കി. അവൻ വാസുദേവകൃഷ്ണനെയും നോക്കി. തൻ്റെ എല്ലാ പാപഭാരങ്ങളിൽ നിന്നും മുക്തനാകാൻ പോകുന്നതുപോലെ അവന് തോന്നി. അവൻ കൃഷ്ണന്റെ താമര കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. തൻ്റെ അനുജനായ അർജുനന്റെ കയ്യിൽ നിന്ന് മരിക്കുന്നത് തനിക്കു വലിയ ആദരണീയമായ മരണമായിരിക്കുമെന്ന് അവന് തോന്നി. എങ്കിലും സൂര്യപുത്രൻ കർണൻ അർജുനനോട് പറഞ്ഞു, ഞാൻ എൻ്റെ രഥചക്രം പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞാനൊരു യോദ്ധാവാണ്. അവസാന നിമിഷം വരെയും പ്രയത്നിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. കൃഷ്ണൻ പറഞ്ഞു, സൂര്യാസ്തമയത്തിന് ഇനി അല്പസമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പാർത്ഥ. ഈ അവസരം പാഴാക്കാതിരിക്കൂ. അംഗരാജാവ് കർണനെ അദ്ദേഹത്തിന്റെ പാപഭാരങ്ങളിൽ നിന്നും മുക്തനാക്കിയാലും. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ കർണനെ അമ്പെയ്തു. അതവന്റെ കഴുത്തിൽ പതിച്ചു. കർണൻ തന്റെ അവസാന ശ്വാസമെടുത്തു. പാണ്ഡവ സൈന്യങ്ങളെല്ലാം കർണന്റെ മരണം ആഘോഷിക്കാൻ തുടങ്ങി. ഭീമൻ ഗർജിച്ചു, അവൻ മൃത്യു വരിച്ചിരിക്കുന്നു. ദ്രൗപദിയെ വേശ്യ എന്ന് വിളിച്ച ആ ദുഷ്ടൻ മൃത്യു വരിച്ചിരിക്കുന്നു. ശകുനി പറഞ്ഞു, ആ വഞ്ചകൻ നമ്മെ ഒറ്റിക്കൊടുത്തു. അവൻ ഒരു പാണ്ഡവനെ പോലും വധിച്ചില്ല. അവന്റെ പരാജയം ദാനമായി നൽകിക്കൊണ്ട് സ്വയം മൃത്യു വരിച്ചിരിക്കുന്നു. നകുലം പറഞ്ഞു, അഭിമന്യുവിനെ കൊന്ന പാപിയായ കർണൻ മൃത്യു വരിച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തിനെ നഷ്ടപ്പെട്ട ദുര്യോധനൻ ആദ്യമായി ഉറക്കെ നിലവിളിച്ചു. തന്നാൽ കഴിയുന്നതെല്ലാം ദാനം ചെയ്ത മഹാനായ ദാനവീരൻ, ഒരിക്കലും തൻ്റെ സുഹൃത്തിനോട് വിശ്വസ്തത കാട്ടാത്ത വ്യക്തി, ദുര്യോധനനോടുള്ള വിശ്വസ്തത നിലനിർത്താൻ ഹസ്തിനപുരമാകെ ഭരിക്കാനുള്ള തൻ്റെ വാഗ്ദാനം അവഗണിച്ച വ്യക്തി, ഇന്ദ്രദേവന് തൻ്റെ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്ത, പാണ്ഡവരിൽ അർജുനൻ ഒഴികെ ആരെയും വധിക്കില്ല എന്ന് കുന്തി മാതാവിനോട് ശപഥം നൽകിയ രാധേയൻ, ജീവിതകാലം മുഴുവൻ പോരാടിയവൻ. രക്തത്താൽ കുളിച്ചു കിടക്കുന്ന അംഗരാജൻ കർണനെ നോക്കി കൃഷ്ണൻ ഇതെല്ലാം ഓർക്കുകയായിരുന്നു. കൃഷ്ണന്റെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നനഞ്ഞിരുന്നു. മഹാനായ കർണന്റെ ആത്മാവിന് മോക്ഷം ലഭിക്കാൻ അദ്ദേഹം അവന് അനുഗ്രഹങ്ങൾ നൽകി.